എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ നാത്തൂൻ്റെ നാൽപ്പുളിയാണ്. അപ്പോൾ ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ വീട് മൂവാറ്റുപുഴയിലാണ് കേട്ടോ. അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയൊരു ഫംഗ്ഷൻ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ പരിപാടിക്ക്. ഇപ്പോൾ തന്നെ ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും മൂവാറ്റുപുഴ എത്താൻ. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. അപ്പോൾ ഇത് ഹസ്ബൻഡ് USA പോണതിന് മുമ്പെടുത്ത വീഡിയോയാണ്. അപ്പോൾ അതാണ്ട് ഹസ്ബൻഡിനെ കാണണേ. പാത്തു നേരം വഴിക്കാരണം എല്ലാവരും വണ്ടിക്ക് കയറി. അത് കാരണം എല്ലാവരും ഓരോരുത്തരെ എടുത്ത് കാണിക്കാനൊന്നും പറ്റിയില്ല. എന്താണോ ഭയങ്കര ഗൗരവത്തിൽ. അപ്പം ഞങ്ങൾ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചത് ഗോൾഡൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്. അപ്പോൾ ഇത് ഈ ഗോൾഡ് വാങ്ങിക്കണ വീഡിയോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. അപ്പോൾ മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന വഴികളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വഴികളൊക്കെയാണ് കേട്ടോ. അതായത് ഹൈവേയിലൂടെ അല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും വീടുകളും കടകളൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വഴികളൊക്കെ പോകുന്നതൊക്കെ കാണാനായിട്ട്. പക്ഷേ എങ്കിൽ ഞാനതൊന്നും എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഏകദേശം മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂവാറ്റുപുഴ എത്തിയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് മൂവാറ്റുപുഴ ടൗണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ടൗണിൽ തന്നെയാണ് അവളുടെ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് പോകാനൊന്നുമില്ല. അപ്പോൾ മൂവാറ്റുപുഴ ടൗണിൽ തന്നെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആട്ടോ ഞാനീ കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ട, ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കണതിൻ്റെ എക്സിബിഷൻ്റെ ഒരു ഇതാണ് കേട്ടോ. ആ തിരക്കിപ്പോൾ ഇല്ല, അതൊക്കെ വൈകിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഷിനുവിൻ്റെ വീടിൻ്റെ ആ ഉൾഭാഗത്തേക്ക്, അധികം ഉള്ളിലേക്കൊന്നും പോകണ്ട, റോഡ് സൈഡ് തന്നെയാണ് വീട്. അങ്ങനെ നമ്മളിപ്പോൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഐഷ ഇങ്ങനെ വാറൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്ത് അവളവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്ന് നമ്മളങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും വാപ്പിച്ചി, ഉമ്മച്ചി, റഹി, അനസ് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ബേബീനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുകയാണ്, വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണ ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേനും ദേ അനസ് ബേബീനെ കൊണ്ടുവന്ന്. അപ്പോൾ അതേ റഹീനെ കാണിക്കണതാട്ടോ കാണിക്കണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബേബീനെയൊക്കെ എടുത്ത്. അപ്പോൾ നല്ല കരച്ചിലാണ് കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ അതേപോലെ തന്നെ ഐഷായും ബാത്തും അവളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ കളികൾ, വർത്താനങ്ങൾ അതൊക്കെയായി പിന്നെ അടുത്ത പരിപാടികൾ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ബേബീനെ. അപ്പോൾ അതേ ഇതാണ് എൻ്റെ പുതിയ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. ഇതാണ് എൻ്റെ വാപ്പിച്ചും ഉമ്മച്ചിയും. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എല്ലാ മിക്ക വീഡിയോകളിലും ഇവരെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തിയതാട്ടോ വാപ്പിച്ചീനെ ഉമ്മച്ചീനെ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷീനുവും ബേബിയും റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചടങ്ങുകളൊക്കെ തുടങ്ങണത്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ചടങ്ങൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ ബേബി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ കരച്ചിലൊക്കെ അങ്ങോട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ നാൽപ്പുളി ആയതുകൊണ്ട് തന്നെ നമ്മളിത് വലിയ ഫംഗ്ഷനായിട്ടൊന്നും നടത്തിയില്ല കേട്ടോ. ഞങ്ങൾ മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്, അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ അതാണ് കേട്ടോ അധികം തിക്കും തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ നല്ല ആഘോഷമൊക്കെ ആയിട്ടാണ് കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ആദ്യം തന്നെ ഉമ്മച്ചിയാണ് കേട്ടോ കൊച്ചിന് ഗോൾഡ് ഇടിയിച്ചത്. അപ്പോൾ ഉമ്മച്ചി, റഹി, അപ്പോൾ വാപ്പിച്ചി അവർ 3 പേരും കൂടിയാണ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഓരോന്ന് എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. മാത്രമല്ല ബേബി നല്ല കരച്ചിലുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അടുത്തത് റഹീനെ കൊണ്ടാണ് ഇടിയിച്ചത്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ അനിയനാണ്. പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ജസ്റ്റ് റഹീനെ കൊണ്ടൊന്ന് തൊടിയിപ്പിച്ചുള്ളൂ. പിന്നെ ഉമ്മച്ച തന്നെ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ബേബി നല്ല കരച്ചിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല അവൾ. അപ്പോൾ അതാണ് ഈ കാണിക്കണത്, അടങ്ങി കിടക്കണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഇതാണ് എൻ്റെ നാത്തൂൻ ഷീനു. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാൽപ്പുള്ളിയുടെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവളും ഇങ്ങനെ ഓരോ ഗോൾഡൊക്കെ ഇടണം. അപ്പോൾ ഐഷാനെ കൊണ്ടാണ് അതൊക്കെ മൊത്തം ഇടിയിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പിള്ളേർക്കാണല്ലോ അതൊക്കെ കൂടുതൽ ഇടാനായിട്ട് ഇൻട്രസ്റ്റിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഐഷാനെ കൊണ്ടാട്ടോ നമ്മളെല്ലാം ഓരോന്നിങ്ങനെ ഇടിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിനുവിൻ്റെ അടുത്ത് ഐഷയുടെ ഇപ്പുറത്തായിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ മൂത്ത അനിയൻ, പിന്നെ വാപ്പിച്ചി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ബേബി കരച്ചിലിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഫങ്ഷനിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ മിക്ക കുട്ടികളും നല്ല കരച്ചിലായിരിക്കും. എത്ര കരയാത്ത പിള്ളേർ ഈ സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും. നമുക്ക് വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും പിള്ളേർ. അപ്പോൾ ഇതാണ് ഷിനുവിൻ്റെ വാപ്പിച്ചു ഉമ്മച്ചി അനിയനൊക്കെ. അങ്ങനെ അവരും ഗോൾഡൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഇട്ടത്. അപ്പം ഞാനാണ് കേട്ടോ ആദ്യം ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റാസും പാത്തും കൂടി ഒരുമിച്ചാണ്ട് പിന്നെ അടുത്ത ഗോൾഡ് ഇട്ടത്. അങ്ങനെ പിള്ളേർക്കും അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു പോകുന്നതാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇടണമെന്നൊക്കെ. അങ്ങനെ അവരും അതൊക്കെ ഇട്ട്. അപ്പോൾ അവളിങ്ങനെ കരയണ കാരണം ശരിക്കും ഇടാനേ പറ്റണുണ്ടായിരുന്നില്ല. കൈയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടോണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗോൾഡൊക്കെ ഇടാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസും അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ അതേ ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ കേക്കിൽ ഇഷലിനെ എഴുതിയേക്കണണ്ട, ഇത് ഐഷയുടെ പേരാട്ടോ. അപ്പോൾ ഐഷയുടെ പേരും കൂടി കൂട്ടിയാണ് നമ്മൾ കേക്കിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പിള്ളേരും കൂടി അങ്ങനെ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്ത്. അപ്പോഴും ബേബിയുടെ കരച്ചിലിൻ്റെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ വായിൽ വെക്കണ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കേക്കും എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മളിതേ ലഞ്ച് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ലഞ്ചൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ്ടോ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി പിന്നെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ലഞ്ചിനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു, വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ പതിവ് പോലെ തന്നെ ഐഷയും പാത്തുമൊക്കെ ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അവർ പിന്നെ എവിടെ പോയാലും ഒരുമിച്ചാണ് ഇരിക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ ഞാനും കൂടി ഇരിക്കുന്ന വീഡിയോസൊക്കെ എടുത്താട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കണത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഷിനു വന്നു, ഞങ്ങളുടെ കൂടെ ഇരുന്നു. പിന്നെ ഷിനുയുടെ വാപ്പിച്ചി, അനസ്, അനിയൻ, അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന വീഡിയോയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിതേ ഐസ്ക്രീം കഴിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടിയിരുന്ന് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ അതേ പിള്ളേർ റൂമിലിരുന്ന് നല്ല കളിയാണ് കേട്ടോ. ഐസ്ക്രീം തീറ്റ, കളി, ഇതൊക്കെയാണ് പിള്ളേരുടെ പണികൾ. അപ്പോൾ ഒതുങ്ങിയിരുന്ന ഒരു റൂമിലിരുന്ന് കളിക്കണ കാരണം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിനുവിനെയും ബേബിനെയും നോക്കാൻ നിന്ന ഇത്തായാണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം TV ആണൽ, പിന്നെ ചായ കുടി, ഇതൊക്കെയായിരുന്നു പിന്നെ അടുത്ത പരിപാടി. അപ്പോൾ അതേ നമ്മുടെ ചായയും പിന്നെ അതേപോലെ തന്നെ സ്നാക്സുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ച് TV ഒക്കെ കണ്ടുകൊണ്ട് കുറേ നേരം അങ്ങനെ സമയമൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ വർത്താനമൊക്കെ പറഞ്ഞിരുന്നാൽ സമയമൊന്നും പോണതേ അറിയില്ല. അതിനപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആയി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതേ ഐഷാക്ക് എങ്ങനെ പോകണണ്ടപ്പോൾ ഭയങ്കര വിഷമം. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇന്നിപ്പോൾ വെള്ളാങ്ങല്ലൂർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മൂവാറ്റുപുഴ എത്തിയത് കാരണം പിന്നെ പെരുമ്പാവൂർ കാലടി വഴി നമുക്ക് നേരെ ചാലക്കുടി അങ്ങനെ നമുക്ക് വെള്ളാങ്ങല്ലൂർക്ക് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വെള്ളാങ്ങല്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളാങ്ങല്ലൂർ ചെന്നിട്ടുള്ള വീഡിയോയൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇത്രയും എടുക്കണുള്ളൂ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച കേട്ടോ, ഒരു വണ്ടിയിൽ നോക്കിയ ഒരു പെട്ടിയിൽ നിറച്ച് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ പല കളറിൽ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ വെച്ചേക്കണുണ്ട. അപ്പോൾ നല്ല രസം തോന്നിയായിരുന്നു. പണ്ടൊക്കെ ഇത് എപ്പോഴും കാണാൻ പറ്റും, പക്ഷെ ഇപ്പോഴൊന്നും ഇങ്ങനെ ഇത് അധികം കാണാറില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ബ്ലോക്കായിരുന്നു, ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കണേണ്. അപ്പോൾ ജസ്റ്റ് ഒരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വിശേഷവുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.